ബൂർബൺ രാജവംശം ഏത് രാഷ്ട്രവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഓപ്ഷൻ എ ഫ്രാൻസ്. തീവ്രദേശീയ പ്രസ്ഥാനത്തിന് ഉദാഹരണമായ പാൻസ്ലാവ് പ്രസ്ഥാനത്തിന് നേതൃത്വം നൽകിയ രാജ്യം? ഓപ്ഷൻ സി സെർബിയ. ആത്മവിദ്യാ സംഘം സ്ഥാപിച്ചതാര്? ഓപ്ഷൻ ബി വാഗ്ഭടാനന്ദൻ. ചേരുംപടി ചേർക്കുക. ആൻസർ ഓപ്ഷൻ ബി ഇന്ത്യൻ നാഷണൽ ആർമി റാഷ് ബിഹാരി ബോസ്, ഇന്ത്യൻ റിപ്പബ്ലിക്കൻ ആർമി സൂര്യ സെൻ, സ്വരാജ് പാർട്ടി CR ദാസ്, ഗദ്ദർ പാർട്ടി ലാല ഹർദയാൽ. 2025 പത്മവിഭൂഷൺ പുരസ്കാരത്തിന് അർഹയായ കുമുദിനി രജനികാന്ത് ലഖിയ ഏത് മേഖലയിലാണ് പ്രശസ്തിയാർജിച്ചത്? ഓപ്ഷൻ ബി നൃത്തം. താഴെ പറയുന്നവയിൽ ശരിയായ പ്രസ്താവന തിരഞ്ഞെടുക്കുക. 1. നീലം കർഷകരുമായി ബന്ധപ്പെട്ട് ഗാന്ധിജി നടത്തിയ സമരമായിരുന്നു ചമ്പാരൻ സത്യാഗ്രഹം. 2. കർഷക തൊഴിലാളികളുമായി ബന്ധപ്പെട്ട് ഗാന്ധിജി നടത്തിയ സമരമായിരുന്നു അഹമ്മദാബാദിലെ സത്യാഗ്രഹം. 3. തുണിമിൽ തൊഴിലാളികളുടെ പ്രശ്നപരിഹാരമായിരുന്നു ഗാന്ധിജി നടത്തിയ ഖേദ സത്യാഗ്രഹത്തിന്റെ ലക്ഷ്യം. 4. സിവിൽ നിയമലംഘന പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട് ഗാന്ധിജി സമ്പൂർണ്ണ മദ്യനിരോധനം നടപ്പിലാക്കാൻ ആവശ്യപ്പെട്ടു. ആൻസർ ഓപ്ഷൻ ഡി 1, 4 എന്നിവ മാത്രം ശരിയാണ്. 1. നീലം കർഷകരുമായി ബന്ധപ്പെട്ട് ഗാന്ധിജി നടത്തിയ സമരമായിരുന്നു ചമ്പാരൻ സത്യാഗ്രഹം. 4. സിവിൽ നിയമലംഘന പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട് ഗാന്ധിജി സമ്പൂർണ്ണ മദ്യനിരോധനം നടപ്പിലാക്കാൻ ആവശ്യപ്പെട്ടു. പശ്ചിമഘട്ടവും പൂർവ്വഘട്ടവും സംഗമിക്കുന്ന പ്രദേശം? ആൻസർ ഓപ്ഷൻ സി നീലഗിരി. ആപേക്ഷിക ആർദ്രത കൂടുതൽ ഉള്ള തണുത്ത നീണ്ട രാത്രികൾ ഇത് രൂപം കൊള്ളാൻ കാരണമാകുന്നു. ആൻസർ ഓപ്ഷൻ എ തുഷാരം. ദേശീയ ജലപാത 3 ഏതു മുതൽ ഏതു വരെയാണ് ബന്ധിപ്പിക്കുന്നത്? ആൻസർ ഓപ്ഷൻ ബി കോട്ടപ്പുറം മുതൽ കൊല്ലം വരെ. താഴെ കൊടുത്തവയിൽ അവസാദശിലകൾക്ക് ഉദാഹരണങ്ങൾ ഏവ? ആൻസർ ഓപ്ഷൻ ബി 1, 3. 1 ചുണ്ണാമ്പ് കല്ല്, 3 കൽക്കരി. ആകാശത്തിൽ പാളികൾ പോലെ കാണപ്പെടുന്ന മേഘം? ഓപ്ഷൻ ഡി സ്ട്രാറ്റസ്. അനസാഗർ തടാകം ഏത് സംസ്ഥാനത്തിലാണ്? ഓപ്ഷൻ ബി രാജസ്ഥാൻ. ദക്ഷിണേന്ത്യയിലെ ആദ്യത്തെ ഇരുമ്പുരുക്ക് വ്യവസായശാല ഏത്? ഓപ്ഷൻ സി വിശ്വേശ്വരയ്യ അയൺ ആൻഡ് സ്റ്റീൽ വർക്ക്സ് ലിമിറ്റഡ്. ആഗോളവൽക്കരണം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് എന്താണ്? രാജ്യങ്ങൾ തമ്മിലുള്ള ദ്രുത സംയോജന പ്രക്രിയയാണ്. രാജ്യങ്ങൾക്കിടയിൽ കൂടുതൽ സാധനങ്ങളുടെയും സേവനങ്ങളുടെയും നിക്ഷേപവും സാങ്കേതിക വിദ്യയും നീങ്ങുന്നു. ലോകത്തിലെ മിക്ക പ്രദേശങ്ങളും പരസ്പരം അടുത്ത ബന്ധം പുലർത്തുന്നു. ഓപ്ഷൻ ഡി മുകളിൽ പറഞ്ഞവയല്ല. ആൻസർ ഓപ്ഷൻ ഡി. വികേന്ദ്രിക ആസൂത്രണത്തിന് തുടക്കം കുറിച്ച പഞ്ചവത്സര പദ്ധതി ഏത്? ഓപ്ഷൻ എ 9ാം പഞ്ചവത്സര പദ്ധതി. ഹരിത വിപ്ലവത്തെക്കുറിച്ചുള്ള താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരിയായത് ഏത്? 1. അത്യുൽപാദന ശേഷിയുള്ള വിത്തിനങ്ങൾ ഉപയോഗിക്കുക. 2. ഭക്ഷ്യധാന്യ ഉൽപാദനത്തിൽ വിദേശ ആശ്രയത്വം നേടിയെടുക്കുക. 3. ആധുനിക ജലസേചന സൗകര്യങ്ങൾ ഉപയോഗപ്പെടുത്തുക. ആൻസർ ഓപ്ഷൻ സി 1, 3 എന്നിവ. 1. അത്യുൽപാദന ശേഷിയുള്ള വിത്തിനങ്ങൾ ഉപയോഗിക്കുക. 3. ആധുനിക ജലസേചന സൗകര്യങ്ങൾ ഉപയോഗപ്പെടുത്തുക. വാണിജ്യ ബാങ്കുകളുടെ ധർമ്മങ്ങളിൽ ഉൾപ്പെടാത്തത് ഏത്? ഓപ്ഷൻ ബി പണം അച്ചടിച്ചിറക്കുന്നു. ധർമ്മങ്ങളിൽ ഉൾപ്പെടുന്നവ നിക്ഷേപങ്ങൾ സ്വീകരിക്കുന്നു, വായ്പകൾ നൽകുന്നു, ലോക്കർ സൗകര്യം നൽകുന്നു. 2025 ഏപ്രിൽ 30 ചുമതലയേറ്റ കേരളത്തിന്റെ 50ാമത്തെ ചീഫ് സെക്രട്ടറി? ഓപ്ഷൻ ബി എ ജയതിലക്. പഹൽഗാമിലെ ഭീകരാക്രമണത്തിന് തിരിച്ചടിയായി ഇന്ത്യ നടത്തിയ സൈനിക നടപടിയുടെ പേര്? ഓപ്ഷൻ ഡി ഓപ്പറേഷൻ സിന്ദൂർ. താഴെ പറയുന്ന പ്രസ്താവനകളിൽ ഇന്ത്യയുടെ ഭരണഘടന നിർമ്മാണ സഭയുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന? 1. 1946 ക്യാബിനറ്റ് മിഷൻ പദ്ധതിയിലെ നിർദ്ദേശങ്ങൾ അനുസരിച്ചാണ് ഇന്ത്യൻ ഭരണഘടന നിർമ്മാണ സഭ രൂപീകരിക്കപ്പെട്ടത്. 2. ഭരണഘടന നിർമ്മാണ സഭയിലേക്ക് അംഗങ്ങളെ തെരഞ്ഞെടുത്തത് ജനസംഖ്യയ്ക്ക് ആനുപാതികമായി പരോക്ഷ തെരഞ്ഞെടുപ്പ് സമ്പ്രദായത്തിലൂടെ ആയിരുന്നു. 3. 5 ലക്ഷം ജനങ്ങൾക്ക് ഒരാൾ എന്ന അനുപാതത്തിലാണ് ഭരണഘടന നിർമ്മാണ സഭയിലേക്ക് അംഗങ്ങളെ നിശ്ചയിച്ചത്. ആൻസർ എ 1, 2 മാത്രം. 1. 1946 ക്യാബിനറ്റ് മിഷൻ പദ്ധതിയിൽ നിർദ്ദേശങ്ങൾ അനുസരിച്ചാണ് ഇന്ത്യൻ ഭരണഘടന നിർമ്മാണ സഭ രൂപീകരിക്കപ്പെട്ടത്. 2. ഭരണഘടന നിർമ്മാണ സഭയിലെ അംഗങ്ങളെ തിരഞ്ഞെടുത്തത് ജനസംഖ്യയ്ക്ക് ആനുപാതികമായി പരോക്ഷ തിരഞ്ഞെടുപ്പ് സമ്പ്രദായത്തിലൂടെ ആയിരുന്നു. ഇന്ത്യൻ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന മൗലിക അവകാശങ്ങളുമായി ബന്ധപ്പെട്ട് ചില വകുപ്പുകളും അവയുടെ വിവരണങ്ങളും നൽകിയിരിക്കുന്നു. ചേരുംപടി ചേർക്കുക. 1. ആൻസർ ഓപ്ഷൻ സി 1. വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ സ്ഥാപിക്കുവാനും ഭരണം നടത്തുവാനും ന്യൂനപക്ഷങ്ങൾക്കുള്ള അവകാശം. വകുപ്പ് 30. മതപരമായ കാര്യങ്ങളുടെ നടത്തിപ്പിനുള്ള സ്വാതന്ത്ര്യം. വകുപ്പ് 26.
സ്ഥാനപ്പേരുകൾ നിർത്തലാക്കൽ വകുപ്പ് 18. അറസ്റ്റിനും തടങ്കലിനും എതിരായ സംരക്ഷണം വകുപ്പ് 22. ഇന്ത്യൻ സുപ്രീം കോടതിയുടെ 52ാമത് ചീഫ് ജസ്റ്റിസിന്റെ പേരെന്താണ്? ഓപ്ഷൻ സി BR ഗവായ്. താഴെ പറയുന്ന പ്രസ്താവനകളിൽ ഇന്ത്യൻ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന സ്വത്തിനുള്ള അവകാശവുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന ഏത്? 1. 1978 വരെ സ്വത്തിനുള്ള അവകാശം ഒരു മൗലിക അവകാശമായിരുന്നു. 2. ഭരണഘടനയുടെ 30A വകുപ്പ് പ്രകാരം നിലവിൽ സ്വത്തിനുള്ള അവകാശം ഒരു നിയമപരമായ അവകാശം മാത്രമാണ്. 3. ഇന്ദിരാഗാന്ധി പ്രധാനമന്ത്രിയായിരുന്ന കാലത്താണ് സ്വത്തിനുള്ള അവകാശം മൗലികാവകാശങ്ങളുടെ പട്ടികയിൽ നിന്ന് നീക്കം ചെയ്തത്. ആൻസർ ഓപ്ഷൻ എ 1 മാത്രം. 1978 വരെ സ്വത്തിനുള്ള അവകാശം ഒരു മൗലികാവകാശമായിരുന്നു. താഴെ പറയുന്ന ഇനങ്ങളിൽ നിന്നും ഇന്ത്യൻ ഭരണഘടനയിലെ യൂണിയൻ ലിസ്റ്റിൽ ഉൾപ്പെട്ട വിഷയം കണ്ടെത്തുക. ഓപ്ഷൻ സി ഇൻഷുറൻസ്. ഇന്ത്യൻ ഭരണഘടനയിൽ വരുത്തിയ ചില പ്രധാനപ്പെട്ട ഭരണഘടനാ ഭേദഗതികൾ ചുവടെ തന്നിരിക്കുന്നു ചേരുംപടി ചേർക്കുക. ആൻസർ ഓപ്ഷൻ ഡി. 42ാമത് ഭേദഗതി മിനി ഭരണഘടന. 61ാമത് ഭേദഗതി തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യുന്നതിനുള്ള പ്രായം 21 നിന്നും 18 കുറച്ചു. 74ാമത് ഭേദഗതി നഗരപ്രദേശങ്ങളിലെ പ്രാദേശിക ഗവൺമെന്റുകളെ സംബന്ധിച്ചത്. 91ാമത് ഭേദഗതി മന്ത്രിസഭയിലെ അംഗങ്ങളുടെ എണ്ണം പരിമിതപ്പെടുത്തുന്നത് സംബന്ധിച്ച്. കേരള സംസ്ഥാനത്തിലെ പഞ്ചായത്തുകളിലെയും മുനിസിപ്പാലിറ്റികളുടെയും വാർഡുകൾ വിഭജിച്ച് അവയുടെ അതിർത്തികൾ നിശ്ചയിക്കുക എന്ന ഉദ്ദേശ്യത്തോടുകൂടി 2024 രൂപീകരിച്ച കേരള സംസ്ഥാന ഡീലിമിറ്റേഷൻ കമ്മീഷന്റെ അധ്യക്ഷൻ ആരാണ്? ഓപ്ഷൻ ബി എ ഷാജഹാൻ. സ്റ്റേറ്റ് പബ്ലിക് സർവീസ് കമ്മീഷൻ ചെയർമാനെ നിയമിക്കുന്നത് ആര്? ഓപ്ഷൻ ഡി ഗവർണർ. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന്റെ അന്തിമ ലക്ഷ്യം പൂർണ്ണ സ്വരാജ് ആണെന്ന് പ്രഖ്യാപിച്ച കോൺഗ്രസ് സമ്മേളനം നടന്നത് എവിടെ വെച്ചായിരുന്നു? ഓപ്ഷൻ ഡി ലാഹോർ. ഇന്ത്യൻ ആദായ നികുതി നിയമം 1961 പ്രകാരം കേന്ദ്ര സർക്കാർ പിരിക്കുന്ന പ്രത്യക്ഷ നികുതി ഏതാണ്? ഓപ്ഷൻ ഡി 1, 2. 1 വ്യക്തിഗത ആദായ നികുതി, 2 കോർപ്പറേറ്റ് നികുതി. താഴെ കൊടുത്ത പ്രസ്താവനകളിൽ മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയുടെ ലക്ഷ്യങ്ങളുമായി യോജിക്കുന്നവ ഏതെല്ലാം? 1. ഗ്രാമപ്രദേശങ്ങളിൽ അധിവസിക്കുന്ന ഏതൊരു കുടുംബത്തിനും ഒരു സാമ്പത്തിക വർഷം 100 ദിവസത്തിൽ കുറയാത്ത അവിദഗ്ധ കായിക തൊഴിൽ ആവശ്യാനുസരണം ഉറപ്പാക്കുന്നു. 2. ദരിദ്രരുടെ ഉപജീവനവുമായി ബന്ധപ്പെട്ട് വിഭവാടിത്തറ ശക്തിപ്പെടുത്തുക. 3. സാമൂഹികമായി പിന്നോക്കം നിൽക്കുന്ന എല്ലാ കുടുംബങ്ങളെയും പദ്ധതിയിൽ ചേർക്കുക. ആൻസർ ഓപ്ഷൻ ബി 1, 2, 3. താഴെ കൊടുത്ത പ്രസ്താവനകളിൽ സർക്കാർ ധനനയത്തിന്റെ ലക്ഷ്യങ്ങളുമായി യോജിക്കുന്നവ ഏതെല്ലാം? 1. സാമ്പത്തിക സ്ഥിരത കൈവരിക്കുക. 2. തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുക. 3. അനാവശ്യ ചെലവുകൾ നിയന്ത്രിക്കുക. ആൻസർ ബി 1, 2, 3. 2024 ജൂലൈ 15 മുതൽ ഇന്ത്യയുടെ വിദേശകാര്യ സെക്രട്ടറിയായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് ആര്? ഓപ്ഷൻ എ വിക്രം മിശ്രി. ഭൗതിക വെല്ലുവിളി നേരിടുന്നവരുടെ സമഗ്ര വികസനത്തിനായി കേരള സർക്കാർ അംഗീകരിച്ച കരിക്കുലത്തിന്റെ അടിസ്ഥാനത്തിൽ തൊഴിൽ പരിശീലനം, നൈപുണ്യ വികസനം എന്നിവ നൽകുന്നതിനായി സാമൂഹ്യ നീതി വകുപ്പ് നടപ്പാക്കാൻ തീരുമാനിച്ച പദ്ധതി. ഓപ്ഷൻ എ പ്രചോദനം പദ്ധതി. 2023 ഗ്രീൻ ഹൈഡ്രജനെ കുറിച്ചുള്ള അന്താരാഷ്ട്ര സമ്മേളനത്തിന് വേദിയായ നഗരം ഏത്? ഓപ്ഷൻ ഡി ന്യൂഡൽഹി. എന്താണ് ക്യൂണിക്കൾച്ചർ? ഓപ്ഷൻ ബി മുയൽ വളർത്തൽ. റോബർട്ട് ബ്രൗൺ എന്ന ശാസ്ത്രജ്ഞനുമായി ബന്ധപ്പെട്ട് താഴെ കൊടുത്തിരിക്കുന്നവയിൽ ശരിയായ പ്രസ്താവന ഏത്? എ ജന്തുശരീരം കോശങ്ങളാൽ നിർമ്മിതമാണെന്ന് കണ്ടെത്തി. ബി വിഭജിക്കുന്ന കോശങ്ങളെ നിരീക്ഷിച്ചു. സി കോശകേന്ദ്രം കണ്ടെത്തി. ഡി സസ്യശരീരം കോശങ്ങളാൽ നിർമ്മിതമാണെന്ന് കണ്ടെത്തി. ആൻസർ ഓപ്ഷൻ സി കോശകേന്ദ്രം കണ്ടെത്തി. എന്താണ് പിനങ്ക സബ്റ്ററേനിയ? ഓപ്ഷൻ എ ഒരു അപൂർവ ഇനം ഈന്തപ്പന. രക്തത്തിലെ പ്ലാസ്മയിൽ കാണപ്പെടുന്ന ഒരു പ്രോട്ടീൻ. ഓപ്ഷൻ ബി ഗ്ലോബുലിൻ. ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ ബാക്ടീരിയ രോഗം അല്ലാത്തത് ഏത്? ഓപ്ഷൻ ഡി മീസിൽസ്. ഗവൺമെന്റ് ആശുപത്രികളിൽ രോഗികൾക്ക് ഗുണമേന്മയും സൗഹാർദ്ദപരവുമായ സേവനം ലഭ്യമാക്കുന്ന പദ്ധതിയാണ് ഓപ്ഷൻ എ ആർദ്രം. വിറ്റാമിൻ ഡിയുടെ കുറവ് മൂലമുണ്ടാകുന്ന ഒരു രോഗം. ഓപ്ഷൻ ഡി കണരോഗം. ഭൂഗുരുത്വാകർഷണ ത്വരണം ജിയുടെ മൂല്യം ഏറ്റവും ഉയർന്നിരിക്കുന്നത് എവിടെയാണ്? ഓപ്ഷൻ ബി ധ്രുവ പ്രദേശങ്ങളിൽ. ചലിച്ചുകൊണ്ടിരിക്കുന്ന ദ്രാവക പടലങ്ങൾക്കിടയിൽ അനുഭവപ്പെടുന്ന കർഷണ ബലമാണ് ഓപ്ഷൻ സി ശ്യാനബലം. സമവർത്തുള ചലനത്തിൽ മാറ്റമില്ലാതെ തുടരുന്നത് താഴെ പറയുന്നവയിൽ ഏതാണ്? ഓപ്ഷൻ എ വേഗത. ലോക ബാങ്ക് പ്രസിഡന്റായി നിയമിതനായ ഇന്ത്യൻ വംശജൻ. ഓപ്ഷൻ ഡി അജയ് ബംഗ. 2023 CV കുഞ്ഞിരാമൻ സാഹിത്യ പുരസ്കാരം ലഭിച്ചത് ആർക്ക്? ഓപ്ഷൻ സി പെരുമ്പടവം ശ്രീധരൻ.
താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകൾ ആരുടെ മൂലക വർഗീകരണവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? 1. സമാന ഗുണങ്ങളുള്ള മൂലകങ്ങളെ ഒരു ഗ്രൂപ്പിൽ ഉൾപ്പെടുത്തി. 2. 18 ഗ്രൂപ്പുകളും 7 പിരീഡുകളും ഉണ്ട്. 3. മൂലകങ്ങളെ അറ്റോമിക നമ്പറിന്റെ ആരോഹണ ക്രമത്തിൽ ക്രമീകരിച്ചു. 4. ഹൈഡ്രജൻ ആറ്റത്തിന് കൃത്യമായ സ്ഥാനം നൽകിയില്ല. ആൻസർ ഓപ്ഷൻ ഡി, ഹെൻറി മൂസ്ലി. ഒരു അക്വേറിയത്തിന്റെ ചുവട്ടിൽ നിന്ന് ഉയരുന്ന വായുകുമിളയുടെ വലിപ്പം മുകളിലേക്ക് എത്തുന്തോറും കൂടി വരുന്നു. ഈ പ്രതിഭാസം ഏത് വാതക നിയമം ഉപയോഗിച്ച് വിശദീകരിക്കാം? ഓപ്ഷൻ എ, ബോയിൽ നിയമം. നീർവീര്യ ലായകമായ ജലത്തിന്റെ pH മൂല്യം 7 ആണ്. ജലത്തിലേക്ക് അല്പം ആസിഡ് ചേർത്താൽ ലായനിയുടെ pHന് എന്ത് മാറ്റം ഉണ്ടാകുന്നു? ഓപ്ഷൻ ബി, 7നേക്കാൾ കുറയുന്നു. 2024 രസതന്ത്ര നോബൽ പുരസ്കാര തുകയുടെ പകുതി ലഭിച്ചത് ആർക്കാണ്? ഓപ്ഷൻ സി, ഡേവിഡ് ബേക്കർ. ഏത് സംഘടനയാണ് പ്ലാനറ്റ് ഓൺ ദി മൂവ് എന്ന പേരിൽ റിപ്പോർട്ട് തയ്യാറാക്കിയത്? ഓപ്ഷൻ സി, IUCN. ഓപ്ഷൻ എ, IUCN. ചുവടെ നൽകിയിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായത് തിരിച്ചറിയുക. പ്രസ്താവന എ, 19-ാം നൂറ്റാണ്ടിന്റെ തുടക്കത്തിൽ സ്വാതി തിരുനാളിന്റെ കാലഘട്ടത്തിലാണ് തിരുവിതാംകൂറിൽ കർണാടക സംഗീതം പ്രചരിച്ചു തുടങ്ങിയത്. പ്രസ്താവന ബി, പ്രസ്തുത കാലഘട്ടത്തിൽ കർണാടക സംഗീതം രാജകീയ സദസ്സുകളിൽ മാത്രമായിരുന്നു പ്രചാരം നേടിയിരുന്നത്. ആൻസർ ഓപ്ഷൻ സി, പ്രസ്താവന എയും ബിയും ശരിയാണ്. 2025 നടന്ന IPL ക്രിക്കറ്റ് ലീഗിൽ തന്റെ ആദ്യ മത്സരത്തിൽ തന്നെ 5 വിക്കറ്റ് നേട്ടം സ്വന്തമാക്കി ശ്രദ്ധേയനായ മലയാള ക്രിക്കറ്റ് താരം ആരായിരുന്നു? ഓപ്ഷൻ ബി, വിഘ്നേഷ് പുത്തൂർ. ചുവടെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായത് തിരിച്ചറിയുക. പ്രസ്താവന എ, വിലാപം, വിശ്വരൂപം തുടങ്ങിയ രചനകളിലൂടെ മലയാള കവിതയ്ക്ക് പുതിയ മുഖം നൽകിയ എഴുത്തുകാരനായിരുന്നു VC ബാലകൃഷ്ണ പണിക്കർ. പ്രസ്താവന ബി, VC ബാലകൃഷ്ണ പണിക്കരെ ശ്രദ്ധേയനാക്കിയ അദ്ദേഹത്തിന്റെ മറ്റൊരു കൃതിയായിരുന്നു മലയാള വിലാസം. ആൻസർ ഓപ്ഷൻ എ, പ്രസ്താവന എ ശരിയാണ്, എന്നാൽ ബി ശരിയല്ല. ചുവടെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായത് തിരിച്ചറിയുക. പ്രസ്താവന എ, മലയാളത്തിലെ ആദ്യ ശബ്ദചിത്രമായ വിഗതകുമാരൻ റിലീസ് ചെയ്തത് 1938 ആയിരുന്നു. ബി, ആലപ്പി വിൻസെന്റ് ആയിരുന്നു വിഗതകുമാരൻ എന്ന ചിത്രത്തിന് ശബ്ദം നൽകിയത്. ആൻസർ ഓപ്ഷൻ ഡി, പ്രസ്താവന എയും ബിയും ശരിയല്ല. 2025 മെയ് മാസത്തിൽ പാകിസ്ഥാനെതിരെ ഇന്ത്യ നടത്തിയ സൈനിക നടപടിയായ ഓപ്പറേഷൻ സിന്ദൂറിനെ കുറിച്ച് പത്രസമ്മേളനം നടത്തിയ ഇന്ത്യൻ വനിതാ സൈനിക ഉദ്യോഗസ്ഥർ ആരൊക്കെയായിരുന്നു? ഓപ്ഷൻ ഡി, കേണൽ സോഫിയ ഖുറേഷിയും വിംഗ് കമാൻഡർ വ്യോമിക സിംഗും. ചുവടെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായത് തിരിച്ചറിയുക. പ്രസ്താവന എ, മലയാള രാഷ്ട്രീയ പത്രപ്രവർത്തനത്തിന് തുടക്കം കുറിച്ചത് ചെങ്കുളത്ത് കുഞ്ഞിരാമ മേനോൻ ആയിരുന്നു. പ്രസ്താവന ബി, 1884 ചെങ്കുളത്ത് കുഞ്ഞിരാമ മേനോന്റെ പത്രാധിപത്യത്തിൽ വടകരയിൽ നിന്ന് പ്രവർത്തനം ആരംഭിച്ച പത്രമായിരുന്നു കേരള കേസരി. ആൻസർ ഓപ്ഷൻ എ, പ്രസ്താവന എ ശരിയാണ്, എന്നാൽ ബി ശരിയല്ല. ചുവടെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായത് തിരിച്ചറിയുക. പ്രസ്താവന എ, കേരളത്തിൽ നമ്പൂതിരി ബ്രാഹ്മണർമാർക്കിടയിൽ സാമൂഹിക പരിഷ്കരണം ലക്ഷ്യമായി ആരംഭിച്ച യോഗക്ഷേമ സഭ നിലവിൽ വന്നത് 1908 പ്രസ്താവന ബി, തൃശൂരിൽ വച്ചു ചേർന്ന യോഗക്ഷേമ സഭയുടെ വാർഷിക യോഗത്തിലാണ് യുവജന സംഘം രൂപീകരിക്കപ്പെട്ടത്. ആൻസർ സി, പ്രസ്താവന എയും ബിയും ശരിയാണ്. ഡേഷിന് ഉദാഹരണമാണ് ആന്റിവൈറസ് സോഫ്റ്റ്വെയർ. ആൻസർ സി, യൂട്ടിലിറ്റി സോഫ്റ്റ്വെയർ. കോഡ് വ്യത്യാസപ്പെടുത്തുന്നത് വരെ ഉള്ളടക്കം മാറാതെ നിൽക്കുന്ന വെബ് പേജുകളെ ഡേഷ് എന്ന് വിളിക്കുന്നു. ഓപ്ഷൻ എ, സ്റ്റാറ്റിക് വെബ് പേജ്. എക്സൽ 2010 കണക്കുകൂട്ടലുകൾ നടത്തുമ്പോൾ സെൽ റെഫറൻസ് തെറ്റായി കൊടുക്കുന്നത് മൂലം കാണിക്കുന്ന സന്ദേശം എന്ത്? ഓപ്ഷൻ ബി. ഇന്ത്യയിലെ ആദ്യത്തെ കമ്പ്യൂട്ടർ സാക്ഷരത നേടിയ ജില്ല ഏത്? ഓപ്ഷൻ ഡി, കോഴിക്കോട്. ഇന്ത്യയിൽ സ്ഥാപിക്കപ്പെട്ട ആദ്യത്തെ IT പാർക്ക് ഏത്? ഓപ്ഷൻ സി, ടെക്നോ പാർക്ക്, തിരുവനന്തപുരം. 2005 വിവരാവകാശ നിയമം അനുസരിച്ച് താഴെ പറയുന്നത് കേന്ദ്ര സംസ്ഥാന ഇൻഫർമേഷൻ കമ്മീഷന്റെ അധികാരങ്ങളിൽ പെട്ടത് ഏത്? ഓപ്ഷൻ എ, വ്യക്തികളെ വിളിച്ചു വരുത്തി നിർബന്ധപൂർവ്വം ഹാജരാക്കാനും സത്യപ്രതിജ്ഞ ചെയ്ത് മൊഴിയായിട്ടോ രേഖാമൂലമോ തെളിവ് നൽകാൻ അവരെ നിർബന്ധിക്കാനുള്ള അധികാരം. 2019 ഉപഭോക്തൃ സംരക്ഷണ നിയമം അനുസരിച്ച് ഉപഭോക്താവിന്റെ അവകാശങ്ങളിൽ പെടുന്നത് ഏത്? ഓപ്ഷൻ സി, ഉൽപ്പന്നങ്ങളുടെയും സേവനങ്ങളുടെയും ഗുണമേന്മ, തൂക്കം, കാര്യക്ഷമത, പരിശുദ്ധി, വില എന്നിവയെക്കുറിച്ച് അറിയാനുള്ള അവകാശം. ദേശീയ മനുഷ്യാവകാശ കമ്മീഷനെ സംബന്ധിച്ച് ശരിയല്ലാത്തത് ഏത്? ഓപ്ഷൻ സി, ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ അധ്യക്ഷൻ
മുൻ ഇന്ത്യൻ ചീഫ് ജസ്റ്റിസ്, മുൻ ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ്, മുൻ സുപ്രീം കോടതി ജഡ്ജി എന്നീ പദവികൾ വഹിച്ചിട്ടുള്ള വ്യക്തിയാകാം. ശരിയായ പ്രസ്താവന മനുഷ്യാവകാശങ്ങളെക്കുറിച്ചുള്ള ഉടമ്പടികളും മറ്റ് അന്താരാഷ്ട്ര നിയമങ്ങളും പഠിക്കാനും അവ ഫലപ്രദമായി നടപ്പിലാക്കുന്നതിനുമുള്ള ശുപാർശകൾ നൽകാനുള്ള അധികാരം, ഇന്ത്യയിലെ പൗരന്മാരെ മനുഷ്യാവകാശങ്ങളെക്കുറിച്ച് ബോധവൽക്കരിക്കാനുള്ള ചുമതല, മനുഷ്യാവകാശ മേഖലയിൽ ഗവേഷണം നടത്താനും പ്രോത്സാഹിപ്പിക്കാനുമുള്ള അധികാരം. 2012 പോക്സോ നിയമം അനുസരിച്ച് താഴെ പറയുന്നവയിൽ ഏതാണ് ലൈംഗിക അതിക്രമത്തിൽ പരിധിയിൽ വരുന്നത്? എ. ലൈംഗിക ഉദ്ദേശ്യത്തോടു കൂടി ഒരു കുട്ടിയെ നേരിട്ടോ ഇലക്ട്രോണിക്, ഡിജിറ്റൽ അല്ലെങ്കിൽ മറ്റേതെങ്കിലും മാർഗത്തിലൂടെയോ നിരന്തരമായോ തുടർച്ചയായോ പിന്തുടരുകയോ കാണുകയോ ബന്ധപ്പെടുകയോ ചെയ്യുന്നത്. ബി. ആരെങ്കിലും ലൈംഗിക ഉദ്ദേശ്യത്തോടെ ഒരു കുട്ടിയെ തന്റെ ശരീരത്തിന്റെ ഏതെങ്കിലും ഭാഗമോ ആ വ്യക്തിക്കോ മറ്റേതെങ്കിലും വ്യക്തിക്കോ കാണാൻ കഴിയുന്ന വിധത്തിൽ പ്രദർശിപ്പിക്കാൻ പ്രേരിപ്പിക്കുക. സി. ആരെങ്കിലും ലൈംഗിക ഉദ്ദേശ്യത്തോടെ കുട്ടി കേൾക്കണമെന്ന ഉദ്ദേശ്യത്തോടു കൂടി ഏതെങ്കിലും വാക്ക് ഉച്ചരിക്കുകയോ ശബ്ദമുണ്ടാക്കുകയോ കുട്ടി കാണണമെന്ന ഉദ്ദേശ്യത്തോടു കൂടി ആംഗ്യം കാണിക്കുകയോ ഏതെങ്കിലും വസ്തുവോ ശരീരഭാഗമോ പ്രദർശിപ്പിക്കുകയോ ചെയ്യുന്നത്. ഓപ്ഷൻ ഡി മുകളിൽ പറഞ്ഞിരിക്കുന്നത് ഒന്നുമല്ല. ആൻസർ ഓപ്ഷൻ ഡി. 2005 ഗാർഹിക പീഡനത്തിൽ നിന്നും സ്ത്രീകളെ സംരക്ഷിക്കുന്ന നിയമമനുസരിച്ച് പരാതിക്കാരിയും പ്രതിയും സംയുക്തമായോ പ്രതി ഒറ്റയ്ക്കോ ഇരു കക്ഷികളും ഉപയോഗിക്കുന്നതോ ആയ ആസ്തികൾ, ബാങ്ക് ലോക്കറുകൾ, ബാങ്ക് അക്കൗണ്ടുകൾ പ്രവർത്തിപ്പിക്കൽ, സ്ത്രീധനം ഉൾപ്പെടെ സംയുക്തമായോ വെവ്വേറെയോ കൈവശം വച്ചിരിക്കുന്ന മറ്റേതെങ്കിലും സ്വത്ത് മജിസ്ട്രേറ്റിന്റെ അനുമതിയില്ലാതെ അന്യാധീനപ്പെടുത്തുന്നത് വിലക്കിക്കൊണ്ടുള്ള ഉത്തരവ് താഴെ പറയുന്ന ഏത് ഉത്തരവിനോട് ബന്ധപ്പെട്ടിരിക്കുന്നു? ഓപ്ഷൻ എ സംരക്ഷണ ഉത്തരവ്. യുനെസ്കോയുടെ ലോക പൈതൃക പട്ടികയിൽ 2025 ഇന്ത്യയിൽ നിന്ന് നാമനിർദ്ദേശം ചെയ്യപ്പെട്ട താൽക്കാലിക പട്ടികയിൽ ഉൾപ്പെടുന്ന സ്ഥലങ്ങൾ ഏത്? എ. കാങ്കർ വാലി ദേശീയോദ്യാനം, ബി. മുതുമൽ മെഗാലിത്തിക് മെൻഹിറുകൾ, സി. ചൗസത് യോഗിനി ക്ഷേത്രങ്ങൾ, ഡി. മേൽപ്പറഞ്ഞത് എല്ലാം. ആൻസർ ഓപ്ഷൻ ഡി. ഏകീകൃത സിവിൽ കോഡ് നടപ്പിലാക്കിയ ഇന്ത്യയിലെ പ്രഥമ സംസ്ഥാനം? ഓപ്ഷൻ ബി ഉത്തരാഖണ്ഡ്.